തോറിൻ്റെ ഹാമർ വൃത്തിയായിട്ടുള്ളവർക്ക് മാത്രമേ പൊക്കാൻ പറ്റുള്ളൂ നമുക്കറിയാം. എന്നാൽ നമ്മുടെ സൂപ്പർമാന് അത് പൊക്കാൻ പറ്റുമോ? ആക്ച്വലി അത് പറ്റും, പുള്ളി പൊക്കിയിട്ടുമുണ്ട്. അതെങ്ങനെയാണെന്നാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ഡൗട്ടുണ്ട്, അതും ക്ലിയർ ചെയ്ത് തരാം. ആക്ച്വലി ജസ്റ്റിസ് ലീഗ് വേഴ്സസ് അവഞ്ചേഴ്സ് എന്ന് പറയുന്ന കോമിക്കിലാണ് 2 പ്രാവശ്യം നമ്മുടെ തോറിൻ്റെ മിയോളർ സൂപ്പർമാൻ പൊക്കിയിട്ടുള്ളത്. അതിൽ ആദ്യം ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പേരിൽ നമ്മുടെ തോറും സൂപ്പർമാനും തമ്മിലൊരു ഫൈറ്റ് നടക്കുന്നുണ്ട്. അതിൽ മിയോളർ വെച്ചിട്ട് നമ്മുടെ തോർ സൂപ്പർമാൻ അടിക്കാൻ പോകുമ്പോൾ ഒറ്റ കയ്യിൽ തോറിൻ്റെ ഹാമർ സൂപ്പർമാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് തോറിനെ അടിച്ചിട്ടുണ്ടാവും. അതിനുശേഷം പിന്നെ ഇവർ രണ്ട് ടീമും ജസ്റ്റിസ് ലീഗ് അവഞ്ചേഴ്സ് ഒന്നായിട്ട് ഇവരെല്ലാവരും ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വില്ലനെ കണ്ടുപിടിച്ചിട്ട് ആ വില്ലനെ എതിർക്കാൻ വേണ്ടി ക്രോണോസിനെ എതിർക്കാൻ വേണ്ടിയിട്ട് പോകും. അപ്പോൾ നമ്മുടെ സൂപ്പർമാന് സകല സോളാർ പവറും വിഷം കൊടുക്കും. എന്നിട്ട് ക്യാപ്റ്റൻ അമേരിക്കയുടെ ഷീൽഡും തോറിൻ്റെ ഹാമറും എടുത്തിട്ട് അവിടെ ഒരു ഫോഴ്സ് ഫീൽഡ് ഉണ്ടാവും, അത് തകർത്ത് നമ്മുടെ സൂപ്പർമാൻ ആ ക്രോണോസിനെ ഇല്ലാതാക്കാൻ വേണ്ടി പോകും. അപ്പോഴാണ് സെക്കൻഡ് ടൈമായിട്ട് നമ്മുടെ തോറിൻ്റെ ഹാമർ സൂപ്പർമാൻ പൊക്കുന്നത്. പിന്നെ അതിനുശേഷം നമ്മുടെ സൂപ്പർമാന് തോറിൻ്റെ ആ മിയോളർ എടുത്ത് കൊടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ പുള്ളിക്ക് അത് എടുക്കാൻ പറ്റത്തുണ്ടാവില്ല. അങ്ങനെ അത് കണ്ടിട്ട് പലർക്കുള്ളൊരു ഡൗട്ടാണ്, അതായത് തോർ സമ്മതിച്ചുകൊണ്ട് മാത്രമാണ് സൂപ്പർമാൻ അത് പൊക്കാൻ പറ്റിയത്, അല്ലെങ്കിൽ സൂപ്പർമാൻ വെറുതെയൊന്നല്ല പുള്ളിക്ക് പൊക്കാൻ പറ്റത്തില്ല എന്ന്. ആക്ച്വലി എന്തുകൊണ്ടാണ് നേരത്തെ ഞാൻ പൊക്കിയതല്ലേ ഇപ്പം എനിക്ക് പൊക്കാൻ പറ്റാത്തതെന്ന് നമ്മുടെ സൂപ്പർമാൻ തന്നെ തോറിനോട് ചോദിക്കുന്നുണ്ട്. അപ്പം തന്നെ തോർ പറയുന്നുണ്ട്, ഓടിനൊരു കിറുക്കനാണ്, പുള്ളിക്ക് എന്തൊക്കെ സ്പെല്ലാണ് ഇട്ട് വെച്ചിരിക്കുന്നത് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. എന്തായാലും കുറച്ച് നേരത്തേക്ക് നീ വെറുതെയായിരുന്നു, അതിനെക്കുറിച്ച് അഭിമാനിക്കുന്നു പറയാണ്. അതായത് ക്ലിയറായിട്ട് പുള്ളി പറയുന്നുണ്ട്, അതായത് തോറ് സമ്മതിച്ചുകൊണ്ടാണ് പുള്ളി പൊക്കിയെന്നൊന്നും എവിടെയും പറയുന്നില്ല. ഓടിൻ്റെ സ്പെല്ല് വൃത്തിയുള്ളവർക്ക് മാത്രമേ അത് പൊക്കാൻ പറ്റുള്ളൂ. അവിടെ എല്ലാവരും രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സൂപ്പർമാൻ അതെടുത്തു, പുള്ളിക്ക് പൊക്കാൻ പറ്റി, പുള്ളി അപ്പോൾ വൃത്തിയായിരുന്നു. പിന്നെ ഇതിന് മുമ്പ് ചിലപ്പോൾ എന്തുകൊണ്ടായിരിക്കും പൊക്കാൻ പറ്റിയിട്ടുണ്ടാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ 2 പേരുടെ യൂണിവേഴ്സിൻ്റെ നല്ലതിന് വേണ്ടിയിട്ട് വില്ലന്മാരാണെന്ന് വിചാരിച്ചിട്ടാണ് അവർ 2 പേരും തോറിനെയും സൂപ്പർമാനും ഫൈറ്റ് നടക്കുന്നത്. തോറ് വിചാരിക്കുന്നത് സൂപ്പർമാൻ വില്ലനാണെന്നും സൂപ്പർമാൻ വിചാരിക്കുന്നത് തോറ് വില്ലനാണെന്നുമാണ്. സോ അവിടെയും സൂപ്പർമാൻ പുള്ളിയുടെ യൂണിവേഴ്സിന് വേണ്ടിയിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. സോ അവിടെയും പുള്ളി വൃത്തിയായിരുന്നതുകൊണ്ടായിരിക്കണം നമ്മുടെ തോറിൻ്റെ ഹാമർ പുള്ളിക്ക് തടയാൻ വേണ്ടി പറ്റിയത്. അപ്പം പിന്നെ എന്തുകൊണ്ട് ആ ഒരു കുറച്ച് നേരത്തേക്ക് വൃത്തിയായിരുന്ന ആൾ പിന്നെ എന്ത് വൃത്തിനെസ് മാഞ്ഞു പോയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ